ചവറയിലെ കരിമണൽ വ്യവസായത്തിന്റെ തകർച്ചയെക്കുറിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കണമെന്ന് INTUC അഖിലേന്ത്യാ സീനിയർ സെക്രട്ടറി കെ സുരേഷ് ബാബു ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി ചവറ കരിമണൽ മേഖലയുടെ അനുദിനമുള്ള തകർച്ചയ്ക്ക് പിന്നിൽ സ്വകാര്യ കരിമണൽ ലോബിയും രാഷ്ട്രീയ നേതൃത്വങ്ങളും തമ്മിലുള്ള അവിഹിത ബന്ധമാണെന്നും സുരേഷ് ബാബു വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ 4 കമ്പനികളില്ലേ, IRE ഒന്നുമില്ല, 0 ആയി. എന്തുകൊണ്ട്? KMML കമ്പനി അതിന് ലക്ഷ്യത്തിലേക്ക് പോകുന്നുണ്ടോ? അവിടെ എന്തും വേണ്ടി കൊള്ളകളാണ് നടക്കുന്നറിയാമോ? നിങ്ങളിലെ ഒരു പത്രം അതിനെഴുതിയതിനെ പത്രക്കാരനെ പോലീസിനെ കൊണ്ട് പേടിപ്പിച്ച് ചരിത്രമില്ലേ? അതൊക്കെ എന്താ കാര്യം? ഭയങ്കരമായ കൊള്ള. ആരാ? ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് പറയുന്നത് ഭരണക്കാർ തന്നെ. അതുപോലെ ചവറയിലെ ചരിത്രം നിങ്ങളത് നോക്കിക്കഴിയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒത്തിരി കഥകൾ വരും. ധാതുമണൽ വ്യവസായങ്ങളിൽ ലോകത്തിന്റെ നെറുകയിൽ വൻ വളർച്ച നേടാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ചവറ. ഈ ധാതു സമ്പത്ത് കൊള്ളയടിക്കാൻ കൂട്ടുനിന്നവരുടെ പട്ടികയാണ് മാസപ്പടിയിലൂടെയും കമ്മീഷൻ പടിയിലൂടെയും സ്ഥിരം പടിയിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കെ സുരേഷ് ബാബു പറഞ്ഞു. ആരാണ് ഇതിനെ തകർക്കുന്നതെന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? മാസപ്പടിയും ദിവസപ്പടിയും വർഷപ്പടിയും കമ്മീഷൻ പടിയും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊരു നിസ്സാരമായി നിങ്ങൾ കരുതരുത്. ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ ഭരണകർത്താക്കൾക്കെതിരായിട്ട് ആരായാലും എതിരായിട്ടുള്ളൊരു ഈ CMRL എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടായത് അന്ന് മുതൽ 2600 പരം തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന IRE കമ്പനി അതോടുകൂടി തകർന്ന് ഇപ്പം 100-ൽ താഴെയുള്ള ആളായി മാറി. ഇപ്പം അവരുടെ ജോലി കിട്ടുന്ന മണ്ണ് തോട്ടപ്പള്ളിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇൽമനേറ്റ് ആക്കി മാർക്കറ്റ് വിലയിൽ താഴെ ഈ CMR കമ്പനിക്ക് കൊടുക്കുന്ന ഒരു ഇടനില പണിയാണ് ഇപ്പോൾ IRE ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നാച്ചുറൽ റൂട്ടയിലുണ്ട്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പം 38,000 രൂപ വിലയുണ്ട് ഇൽമനേറ്റ് എങ്കിൽ, അതിൻ്റെ 5 ഇരട്ടി വിലയുള്ളതാണ് നെക്സ്റ്റ് റൂട്ടയിൽ. ആ റൂട്ടയിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ നാച്ചുറൽ റൂട്ടയിലിൻ്റെ ഇടയ്ക്ക് വരും. അത് ഇതിൻ്റെ ചാക്കിൻ്റെ കൂടെ കള്ളക്കടത്ത് നടത്തും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തകർത്ത് ദൈവം തന്ന ഈ സമ്പാദ്യങ്ങളെ ജനങ്ങൾക്കും ചെറുപ്പക്കാർക്കും ഉപയോഗിക്കാതെ രാജ്യത്തിൻ്റെ സമ്പത്തിലേക്ക് ഉപയോഗിക്കാതെ തകർത്തുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിന് 55 വർഷമായിട്ട് സാക്ഷ്യം വഹിക്കുന്ന, അതിനെതിരെ യുദ്ധം ചെയ്യുന്ന, പലയിടങ്ങളിലും അപകടങ്ങൾ ഉണ്ടായതിനെ നേരിട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. വൻ വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വന്ന റഷ്യൻ സംഘത്തെക്കുറിച്ച് പുറത്തറിയിക്കാതെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടി അവരെ തിരിച്ചയച്ചതിന് പിന്നിൽ മാസപ്പടിയും കമ്മീഷൻ പടിയുമാണെന്ന് സുരേഷ് ബാബു ആരോപിച്ചു. ചവറയിലെയും കേരളത്തിന്റെ തന്നെയും എല്ലാ വികസന സാധ്യതകളെയും തച്ചുടയ്ക്കുന്ന നടപടിയായിരുന്നു അത്. കർത്താമാർക്ക് ഈ വ്യവസായം തീരെഴുന്നത് തുടർന്നാൽ ചവറയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം എല്ലാ വ്യവസായങ്ങളും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പൂട്ടേണ്ടി വരുമെന്നും സുരേഷ് ബാബു മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.